ഹലോ ഗൈസ്, ഇറ്റ്സ് മീ അന്തി. ഇറ്റ്സ് മീ ദേച്ചു. സോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അപ്പം ഞാൻ മാത്രം നാട്ടിലേക്ക് പോവുകയാണ്. എനിക്ക് 10 o'clock ഫ്ലൈറ്റ്. അപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം 3 hours മുന്നേ നമുക്ക് എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 7 o'clock ഒക്കെ ആകുമ്പോഴത്തേക്ക് പോകണം. എനിക്ക് തിങ്കളാഴ്ച എക്സാം പിന്നെ എക്സാം ആണില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവളുടെ വരത്തുള്ളായിരുന്നു. ഇവളുടെ തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നേനെ. എന്തായിരുന്നു പറഞ്ഞോണ്ടിരുന്നത്? 3 hours മുന്നേ റിപ്പോർട്ട് ചെയ്യണം. അപ്പം 7 o'clock 6:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങും. അപ്പോൾ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ ചെല്ലും, കയറും. ഇനി എന്താണെന്ന് അറിഞ്ഞൂടാ, ഫ്ലൈറ്റ് ഡിലേ വല്ലതും ആണോ എന്നുള്ളത് അവിടെ ചെല്ലുമ്പോഴേ അറിയാക്കത്തുള്ളൂ. ആവത്തില്ലെന്ന്, ഹോപ്പ്ഫുള്ളി ആവരുത് എന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതും. നാട്ടിലിപ്പം ചുമ്മാ എനിക്ക് സൈഡിൽ കൂടെ ആലോചന ഉണ്ട്. ഒന്നും പറയരുത്, ഇവിടെ കുറച്ച് നേരം നിക്ക്. എക്സാം അടി പോയിട്ട് ഞാൻ വരാൻ അങ്ങോട്ട്. അപ്പം ഇനിയുള്ള വീഡിയോസിൽ മിക്ക ഇവളും അമ്മയായിരിക്കും ടോപ്പ് സ്റ്റാർസ്. ഞങ്ങളെല്ലാവരും കൂടെ ഉള്ള ഒരുമിച്ചുള്ള വ്ളോഗ് ഇനിയും മോസ്റ്റ്ലി അല്ല, ഇനി നാട്ടിൽ അമ്മ ഓഗസ്റ്റിൽ വരുമ്പോൾ മാത്രമേ കാണുള്ളൂ. പിന്നെന്താ, സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ ഓക്കെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് തന്നെ ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ. ഇല്ലേ എൻ്റെ രാത്രി ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ ഇരിക്കുമെന്ന് ആലോചിച്ചിട്ട് അന്നേരം വെച്ച് പറയുന്ന കേട്ടോ, എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ വയ്യ, പക്ഷെ പേടിയാണ്. കുട്ടിക്കാത്തം വന്ന് പിടിച്ചോണ്ടു. പിന്നെ വേറെന്താണ് പറയാനുള്ളത്? എന്ത് പറയാനെന്ന് വെച്ചാ, ഏറ്റവും വിഷമമുണ്ടോ ഞാൻ പോകുന്നതിൽ? ഇല്ലേ, എന്നാ എയർപോർട്ടിൽ നിന്ന് കരഞ്ഞു മെഴുകുന്നതാണോ നിങ്ങൾക്ക്? ഞാൻ കരയത്തില്ല, ഞാൻ ബാത്റൂമിൽ ഇരുന്ന് ഒറ്റയ്ക്ക് കരയാറുള്ളു. അതാ, എന്തായാലും നീ കരയില്ല. ഇല്ല, ഞാൻ കരയത്തില്ല. കാരണം ഞാൻ അങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്, എനിക്ക് അത്രയ്ക്ക്. ശരിയാണ്. 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇങ്ങ് വരും. എൻ്റെ എക്സാം തീർന്ന് പിന്നെ എനിക്കൊരു 1 week ലീവ്. എനിക്ക് 23-ാം തീയതിയാണ് എക്സാം തീരുന്നത്. പിന്നെ എനിക്ക് ജൂണിലെ ക്ലാസ് ഉള്ളു. ഇതെന്ത് സംഭവിച്ചതെന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ മുടി ഇങ്ങനെയായിരുന്നു കിടന്നിരുന്നത്. പക്ഷേ നോക്ക്, അപ്പുറത്തെ സൈഡിൽ കറക്റ്റായിട്ട് കിടപ്പുണ്ട്. ഇതെന്താണ് ഇങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞൂടെ കഴിച്ച്. കുറച്ച് നേരം കൊണ്ട് ഇതൊരു ഇച്ചിരി തന്ത്രപ്പാടിലാണ്. ഇങ്ങനെ ഇരിക്കും കണ്ടോ, വീണ്ടും തിരിച്ചത് കണക്കാവും. അങ്ങനെ ഗൈസ്, ഞങ്ങൾ റെഡിയായി. അമ്മതും അവിടെ ഇരിപ്പുണ്ട്. കണ്ടോ, ചന്ദനമൊക്കെ ഇട്ടത്. ഇതാണ് എൻ്റെ ഡ്രസ്സ്. ചമ്മന്തി എന്തിനിടുന്നേ? ഓക്കെ, അപ്പം ഞങ്ങളിതായിപ്പോൾ ഇറങ്ങുക. 6:35 ഇപ്പം ഇവിടെ നിന്ന് ഇപ്പം ഇറങ്ങിയ ഒരു 7 o'clock ആകുമ്പോൾ എന്തായാലും അവിടെ എത്തും അല്ലേ? 20 minutes 18 minutes എങ്ങാണ്ടേ ഉള്ളു. അന്നേരം നമ്മളിതാ ഇറങ്ങുവാണ്. ഞാൻ മടക്കി കൊടുക്കാം ഗൈസ്. ഇപ്പം അവന്തി പിന്നെ എൻ്റെ ഡ്രസ്സൊക്കെ ഇടാനായിട്ട് പരുവത്തിലായിട്ടുണ്ട്. ഇപ്പം അന്ന് അവന്തി ഇട്ടിരുന്ന 2 ഡ്രസ്സും എൻ്റെ ഡ്രസ്സാണ്. ഇപ്പം അവൾ എൻ്റെ അത്രത്തോളം വളർന്നു എന്നുള്ളതാണ് ഇപ്പം അതിനകത്ത്. ഞാൻ ഏകദേശം ഒരു ഈ ഡ്രസ്സൊന്നും ഞാൻ ഇട്ടിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഞാൻ വാങ്ങിച്ച് വെച്ചിരുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇന്ന് നോക്കിയപ്പോൾ അവൾക്ക് ഇതൊക്കെ ഇപ്പോൾ ഓക്കെയാണ്. ഇപ്പം ഒരുപാട് ചുരിദാറുകൾ ഞാൻ എടുത്തിട്ടുണ്ട്, ഒരുപാട് ചുരിദാറുകൾ. എൻ്റെ ഇവിടെ അങ്ങനെ ഞാൻ ചുരിദാർ അധികം ഇടാറില്ല. എന്നാലും ഞാൻ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരാറുണ്ട്. അപ്പോൾ അതെല്ലാം ആളിപ്പോൾ തിരിച്ചു കൊണ്ടുപോവാണ്. അപ്പോൾ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അധികം ലഗേജൊന്നും ഇല്ല, ഒരു 10 കൊണ്ടുവന്ന പെട്ടി മാത്രമേ കൊണ്ടുവന്നുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ വീണ്ടും പോവല്ലേ, ഓഗസ്റ്റ് പോവല്ലേ. അപ്പം 3 മാസം കഴിയുമ്പോൾ വീണ്ടും പോകണം. അപ്പോൾ പിന്നെ അതുകൊണ്ട് അധികം വലിയ പർച്ചേസും കാര്യങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ അധികം പർച്ചേസൊന്നും ചെയ്ത് നാട്ടിൽ കൊണ്ടുപോകാറില്ല. അങ്ങനെ പിള്ളേർ പോകാനെല്ലാം റെഡിയായി. അവന്തി മാത്രം വെച്ചു. ഇനി ഒരു 2-2.5 ആഴ്ചയും കൂടെ കാണുമായിരിക്കും.
അത് കഴിയുമ്പം പതുക്കെ അവന്തിയും പോവും. പിന്നെ ഞാൻ മാത്രമായി. പിന്നെ അവന്തി അല്ല, ദച്ചുവും പോവും. പിന്നെ ഞാൻ ഒറ്റയ്ക്കായി. അവർ രണ്ടുപേരും വീണ്ടും നാട്ടിൽ. പിന്നെ 3 മാസം കഴിയുമ്പോൾ ഞങ്ങൾ വീണ്ടും വീഡിയോയിൽ കാണും. അപ്പം ഇനി നമ്മുടെ വീഡിയോയിൽ ഇനി ഒരു 2-2.5 ആഴ്ച ഞാനും ദച്ചു മാത്രമേ ഉണ്ടാവുള്ളൂ. അവന്തി കാണൂല. പിന്നെ ഒരു 3 മാസം കഴിയുമ്പോൾ വീണ്ടും 3 പേര്. ദച്ചുവിനൊരു ചെറിയ കരച്ചിലൊക്കെ വരുന്നുണ്ട്, കണ്ണൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. ആണ്, അത് സാരമില്ല. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോൾ ദച്ചുവിന് കരച്ചിലൊന്നും ഇല്ലായിരുന്നു, പെട്ടെന്ന് സന്തോഷത്തേക്കും കയറി പോരുന്നു. അപ്പം അവന്തി എനിക്ക് വോയിസ് മെസ്സേജ് ഇട്ടപ്പം കരച്ചിലൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, കരയണ്ട, നീ പെട്ടെന്ന് വരത്തില്ലേ, നീ പറഞ്ഞ് സമാധാനിപ്പിച്ചു. പക്ഷെ ഇപ്പം ദച്ചുവിന് കരച്ചിലൊക്കെ വരുന്നുണ്ട്, ചേച്ചി പോകുന്ന കണ്ടപ്പം. എനിക്ക് ഇപ്പം വരുന്നുണ്ടോന്ന് ചോദിച്ചാൽ എന്താണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ. ഇനി കരയില്ല അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ മക്കൾ പോകുന്ന കാണുമ്പോൾ നമുക്കൊരു വിഷമം എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പം നമുക്ക് പതുക്കെ ഇറങ്ങാം. മണി 6:35 ഇനിയിപ്പം ചൂടൊക്കെ താന്നുകൊണ്ട് ആൾക്കാരും പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. കോർണിശ്ശേരിയിലൊക്കെ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് കോർണിശ്ശേരിയിലൊക്കെ നല്ല തിരക്ക് കാണും. അപ്പം അതൊക്കെ അന്നേരം നമുക്ക് അങ്ങോട്ട് പോകാം. 10 മണിക്കാണ് ഫ്ലൈറ്റ്. എന്നാലും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. അത് മാത്രമല്ല ഫ്ലൈറ്റിൽ എന്തെങ്കിലും ഡിലേ ഉണ്ടോ എന്നുള്ളതും എയർപോർട്ടിൽ എത്തിയതിന് ശേഷമേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പം പതുക്കെ വിശേഷങ്ങളായിട്ട് വരാം. അപ്പം അവന്തി ഖത്തറിൽ നിന്ന് സൈനിങ് ഓഫ് ചെയ്യാണ്. ഇനി കേരളത്തിലാണ്. അപ്പം 3 മാസത്തിന് ശേഷം ഈ വീഡിയോയിൽ വീണ്ടും ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച് വരുന്നതായിരിക്കും. ട്രിയോ അത് തന്നെ, ട്രിയോ വിൽ ബി ബാക്ക് വിത്ത് ഫുൾ ഓൺ പവർ അഗെയിൻ. അതെ. അപ്പോൾ എൻ്റെ വീഡിയോയും കുറച്ച് ശോകമായിരിക്കും. പിന്നെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസും വീടും ഇതൊക്കെ ആയിട്ട് ഓടി നടക്കുന്നതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങ് ഔട്ടിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാത്ത ഒരാളാണ്. അപ്പം പിന്നെ അങ്ങനത്തെ വീഡിയോസും കുറച്ച് കുറവായിരിക്കും. എന്നാലും എൻ്റെ വീഡിയോസും ചാനലും ഒക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പതുക്കെ ഇറങ്ങാം. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടോ അവന്തിക്ക്? എൻജോയ് ചെയ്തോ ഖത്തറിൽ വന്നിട്ട്? അധികം ഞങ്ങൾ പുറത്തൊന്നും പോയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒരു 6 മാസത്തോളം ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒരുപാട് സ്ഥലത്തൊക്കെ അന്ന് പോയായിരുന്നു. ഈ പ്രാവശ്യം അധികം അങ്ങനെ എങ്ങും പോയൊന്നുമില്ല. കൂടുതലും ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ടേ പോയിട്ടുള്ളൂ. പിന്നെ വൈകിട്ടൊക്കെ ഞങ്ങൾ കൂടുതലും ഇറങ്ങിയുള്ളൂ. അപ്പോൾ എൻജോയ് ചെയ്താ? ഈ ഒരു മാസം ഉണ്ടായിരുന്നുള്ളൂ. 1 മാസം തികച്ചില്ല. ഒരു 3-4 ദിവസം കൂടെ കഴിഞ്ഞാലേ 1 മാസം ആവുള്ളായിരുന്നു. ആക്ച്വലി കഴിഞ്ഞ തവണ ഖത്തറിൽ വന്നപ്പോഴത്തേക്കും നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന പകുതി മുക്കാൽ സ്ഥലങ്ങളും കവർ ചെയ്തായിരുന്നു. ആകെ എനിക്ക് തോന്നുന്നു 3 പ്ലേസും കണ്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് പോവാനായിട്ടുണ്ടായിരുന്നത്. അതൊന്ന് ഖത്തർ മ്യൂസിയവും പിന്നെ മറ്റേ ടോർച്ച് ലൈറ്റിൻ്റെ അവിടെയും വേറെ ഏതൊരു സ്ഥലവും ഉണ്ടായിരുന്നല്ലേ. ആകെ 3 പ്ലേസസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പോവാനായിട്ട്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം അമ്മ ഏതോ സ്ഥലം കണ്ടുപിടിച്ച് അപ്പം അവിടെ പോകണം, മറ്റേ ക്രിസ്റ്റലിൻ്റെ എന്തോ ഒന്ന് പറഞ്ഞായിരുന്നു, അവിടെയും പോകണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ നമ്മളെങ്ങും പോയില്ല. കാര്യം ആകെ നമ്മൾ മറ്റുള്ള ഫാമിൽ മാത്രമേ ഉള്ളൂ പോയത്. പിയാനോ സ്റ്റെപ്പിൽ അവിടെ ഞങ്ങൾ രണ്ടുപേരും കാണാത്തൊരു സ്ഥലമായിരുന്നു. എൻജോയ് ചെയ്തു. ഭയങ്കര ചൂടായിരുന്നു. പിന്നെ അമ്മയ്ക്ക് ഓഫീസിൽ പോകണം. ആകെ ഫ്രൈഡേ മാത്രമേ ഉള്ളൂ ലീവ്. പിന്നെ 3 ദിവസം ലീവ് എടുത്തപ്പം ഒരു ദിവസം ഞങ്ങൾ പുറത്തു പോയുള്ളൂ. ബാക്കി 2 ദിവസവും അന്നേരം എന്താ എൻജോയ് ചെയ്തു. ഞാൻ വീട്ടിലിരുന്നാണെങ്കിലും പുറത്തു പോയിട്ടാണെങ്കിലും ഞാൻ എൻജോയ് ചെയ്തു. അമ്മയുടെ കൂടെയുള്ള മൊമെന്റ്സ് എല്ലാം ലൈക്ക് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. ഒന്നും അറിയണ്ടല്ലോ ഗൈസ്, ചുമ്മാ ഇങ്ങനെ ഇരിക്കുക, പുട്ടടിക്കുക, കഴിക്കുക, കുളിക്കുക, ഇങ്ങനെയൊക്കെ മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ ചിലപ്പോൾ ഞാൻ പറയും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വയ്ക്കാൻ. ഞാൻ എല്ലാം ഞാനിങ്ങനെ എല്ലാം പാതി ചെയ്തു വെച്ചു കൊടുത്തേക്കും, അത് ബാക്കി ചെയ്യണമെന്ന് പറയും. അപ്പം അതൊക്കെ ചെയ്യുമായിരുന്നു.
പക്ഷെ എന്നാലും കൂടുതലും ഞാൻ ഇവരെ അങ്ങനെയൊന്നും ചെയ്യിപ്പിക്കാറില്ല. അത് നിങ്ങളിപ്പം എന്നെ കുറ്റമായിട്ടൊന്നും പറയരുത്. കാര്യം നമ്മൾ പെൺമക്കൾ എന്താണ് നമ്മുടെ വീട് നിൽക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യവും ആ ഒരു ഇതും കിട്ടത്തുള്ളൂ. അതിനി എന്തൊക്കെ ഇനി ലൈഫിലോട്ട് അവർ സെറ്റിലാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരതെല്ലാം തന്നെ ചെയ്തോളും. കാര്യം എൻ്റെ ലൈഫിലും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ അവരെ നീ തുണി കഴിവ്, നീ അങ്ങനെ ചെയ്തു, പേര തൂക്ക്, അല്ലെങ്കിൽ പാത്രം കഴിവ്, അങ്ങനെ ഒന്നും ഞാൻ പറയാറില്ല. ഞാൻ തന്നെ അങ്ങ് ചെയ്തു കൊടുക്കത്തേ ഉള്ളൂ. അത് ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മളെ വീട്ടിൽ നിൽക്കുന്ന ആ ഒരു സന്തോഷവും ഫ്രീഡവും അവർക്ക് ഇപ്പം കിട്ടുന്നതൊന്നും പിന്നെ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല അത് കിട്ടുമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഇത് പറയാറില്ല അവർക്ക്. പിന്നെ ഞാനിതൊന്നും പഠിപ്പിക്കാതെ തന്നെ അവർക്ക് കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അറിയാം. പിന്നെ ഓട്ടോമാറ്റിക്കലി അവരവരുടെ ലൈഫിൽ അതൊക്കെ ചെയ്തോളും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ ഒന്നും പറയിപ്പിക്കരുത്. ഇല്ല, എനിക്ക് ആകെ ഒറ്റൊരു കാര്യമുള്ളൂ, എടുക്കുന്ന സാധനമൊക്കെ തിരിച്ചു വയ്ക്കുക, വൃത്തിയായിട്ടിടുക. ഇത് മാത്രമേ ഞാൻ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇവരോട് പറയാറുള്ളൂ. വലിച്ചു വാരിയിടരുത്, കട്ടിലൊക്കെ വലിച്ചു വാരിയിടരുത്, ഇതൊക്കെ മാത്രമേ ഞാൻ അവരോട് ഇപ്പം പറഞ്ഞിട്ടുള്ളൂ. അതൊക്കെ അവർ എൻ്റെ അടുത്ത് വരുമ്പോൾ വളരെ നീറ്റായിട്ട് എൻ്റെ താല്പര്യവും എൻ്റെ ഇഷ്ടമൊക്കെ അവർ മനസ്സിലാക്കി അവരത് ചെയ്യാറുമുണ്ട്. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ അടിയോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ മൂന്ന് പേരും തമ്മിലും ഇല്ല. വഴക്ക് പറഞ്ഞാൽ പോലും ഞാൻ അന്നേരം അങ്ങ് വിടും. അല്ലാതെ അടിയും വഴക്കും ചിത്ത പറച്ചിൽ അങ്ങനത്തെ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇപ്പം കുറേ കാലങ്ങളായിട്ട് അടിയോ കാര്യങ്ങളോ ഒന്നും ഞാൻ നിർത്തിയിട്ട് കുറേ കാലമായി. അവർ നമ്മളത്രയും വളർന്നില്ലേ, അപ്പം ഇനിയിപ്പം അവരെയും റെസ്പെക്റ്റ് ചെയ്യുക. അവർ എന്നാലേ നമുക്കും തിരിച്ച് ആ റെസ്പെക്റ്റൊക്കെ കിട്ടുകയുള്ളൂ. നമ്മളത്രയും വളർന്ന മക്കളല്ലേ അവരൊക്കെ, അല്ലേ? അതെ. അപ്പം നമ്മളെ മക്കളാണെന്നും പറഞ്ഞിട്ട് ചുമ്മാ എടുത്തിട്ട് ഇങ്ങനെ ആക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമ്മുടെ നമ്മൾ അവർക്ക് കൊടുക്കേണ്ട വാല്യൂസ് അവർക്ക് കൊടുക്കുക, അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ് അവർക്ക് കൊടുക്കുക. ഇതൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തിരിച്ചും അത് അന്നേരം നമ്മളെയും അവർ റെസ്പെക്റ്റ് ചെയ്യും, നമുക്കും ആ ഒരു വാല്യൂ തിരിച്ചു കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം നമുക്ക് ഇറങ്ങാം. ഇനി സമയം പതുക്കെ മൂവ് ഓൺ ആയിട്ടുണ്ട്, നമുക്ക് പോവാം. അപ്പം റോഡിലെ വിശേഷവും എയർപോർട്ടിലെ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വരും. അപ്പം ബാക്കി അന്നേരം. ഗൈസ്, അമ്മ കരഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വണ്ടി എടുത്തോണ്ടിരുന്നു. ഞാൻ ഇന്ന് സൈഡിലോട്ട് നോക്കിയപ്പോഴത്തേക്ക് കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നു. ഇച്ചിരി റഷ് ഉണ്ട് കേട്ടോ, ട്രാഫിക് ഉണ്ട്. ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന അനക്കൊന്നും ഇല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നു. ഈ അമ്മനെ ഞങ്ങളെ കരയിപ്പിക്കാൻ നോക്കിക്കോ എന്നെ. ഇപ്പം നല്ല ഭംഗിയുണ്ടല്ലേ ഇത് വെച്ച്. കോർണിഷ് യു ഗൈസ്, ഇതാണ് ഖത്തറിന്റെ പാർലമെന്റ്. ഇതിങ്ങനെയാണെങ്കിൽ പക്ഷെ ഭയങ്കര വലിയ ബിൽഡിംഗ് ആട്ടോ. ഖത്തറിന്റെ ഫ്ലാഗ് ഒക്കെ ഉണ്ട്. ഇവിടുത്തെ രാജാവ് എല്ലാ ദിവസവും രാവിലെ 10-20 ലാൻഡ് ക്രൂസറിലൊക്കെ ആയിട്ടപ്പോൾ വരും. ഇല്ലമ്മ, ഞാൻ ആക്ച്വലി ഇത്രയും വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നെങ്കിലും ഒറ്റ ഒരു വട്ടേ ഞാൻ അങ്ങനെ കണ്ടുള്ളൂ. അതും ഈ അടുത്ത സമയത്താണ് ഞാൻ അങ്ങനെ കണ്ടത്. അപ്പോൾ ഇങ്ങനെ തമീം ഇങ്ങനെ കുറേ ഇതായിട്ട് വന്നിട്ട്, അപ്പം നമ്മളിവിടെ കംപ്ലീറ്റും അങ്ങ് ബ്ലോക്ക് ചെയ്തിട്ടാണ് അകത്തോട്ട് പാർലമെൻറ്റിനകത്തോട്ട് കയറുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ കണ്ടത്. ഞാൻ ആക്ച്വലി അന്നേരം ആ വഴി ഇങ്ങോട്ട് കോർണിഷിലോട്ട് വരുമായിരുന്നു. അന്നേരം ബ്ലോക്ക് ചെയ്ത് ഞാൻ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഉള്ളപ്പം ഇവിടെ എല്ലാ ദിവസവും വരുമായിരിക്കും. ഞാൻ അങ്ങനെ ആളെ ഒന്നും കണ്ടൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നു കണ്ടു, അത്രേ ഉള്ളൂ. ഗോയ്സ്, അങ്ങനെ എയർപോർട്ട് എത്തി. ഒരു 5 more minutes അല്ലേ, 5 മിനിറ്റും കൂടെ ഉള്ളു. അയ്യോ, ഉറക്കം വരുന്നു. കോട്ടയിടുന്നു കണ്ടോ. ഫ്ലൈറ്റ് ഒന്നും കാണുന്നില്ലല്ലേ. അതാണ് ഞാൻ നോക്കുന്നത്. കണ്ടോ. ഫോക്കസ് ആവുന്നില്ല.
അവ രണ്ടുപേരും ഇങ്ങ് നടന്നു പോവാണ് വെട്ടി എൻ്റെ തന്നിട്ട്. അതേ അവളകത്തേക്ക് പോയിട്ടുണ്ട്, പക്ഷെ ഒന്നും അറിയത്തില്ല. അവൻ്റെ ഞങ്ങൾ കയറ്റി വിട്ടു. കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇപ്പം ഇങ്ങനെ തിരിച്ചു വരികയാണ്. ഞങ്ങളുടെ ഒരു എന്തോ വലിയൊരു എന്താ പറയണേ, സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടം വരുന്നു. എന്ത് ചെയ്യാൻ പറ്റും, പോവാതിരിക്കാനും പറ്റത്തില്ലല്ലോ. ആകെ കൂടിയൊരു വിഷമം കൊച്ചു പോയതുകൊണ്ട്. അവൾ ചെക്കിങ്ങിനൊക്കെ കഴിഞ്ഞു, എമിഗ്രേഷനിലോട്ട് പോയി. എമിഗ്രേഷൻ കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ല. കൊച്ചു പോയപ്പോൾ ഞങ്ങളുടെ എന്തോ ഒരു പാതി പോയ കണക്ക് ഭയങ്കര സങ്കടം. ഒന്നും പറയാൻ പറ്റുന്നില്ല, അത്രയും ഭയങ്കര സങ്കടം ഞങ്ങൾക്ക് രണ്ടുപേർക്കും. 2-3 മാസം കഴിയുമ്പോൾ കാണും, എന്നാലും ഭയങ്കര വിഷമമാണ് പോയപ്പോൾ. എന്താ വെച്ചു ഇങ്ങനെ പിടിച്ചിരിക്കുക, ഞാനും ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. അപ്പം നമ്മൾ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ഗൈസ്.